നികുതി നിശ്ചയിച്ചതിൽ നിന്നും പിന്നാക്കമില്ല എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചു എന്നുള്ള സൂചനകൾ ലഭിക്കുകയാണ്. അതാണ് മന്ത്രിസഭാ യോഗത്തിലുണ്ടായെന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. റഹീസ്, ഇപ്പോൾ പ്രതിപക്ഷം അങ്ങനെയാണെങ്കിൽ കടുപ്പിക്കാനാണോ തീരുമാനം? കടുപ്പിക്കുകയാണെങ്കിൽ എത്രത്തോളം മുന്നോട്ട് പോകും? സ്മൃതി, ഇന്നത്തെ ബജറ്റിന്മേലുള്ള മറുപടി പ്രസംഗത്തിൽ യു ടേൺ അടിക്കാത്ത ഒരു നിലപാട് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ കാര്യത്തിൽ തന്നെ വി ഡി സതീശൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതിനകം സഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച അഴിമതി ആരോപണം അത് കൂടുതൽ കടുപ്പിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് സഭ താൽക്കാലികമായി പിരിയും. പിന്നീട് ഈ സഭാ സമ്മേളനം 29-30 തീയതികളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സഭയ്ക്ക് പുറത്ത് അഴിമതി ആരോപണം ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് ശ്രമം. ഒരേ സമയം അഴിമതി ആരോപണം ഉന്നയിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക, മറിച്ച് പൊതുജനങ്ങളെ ഇതിനൊപ്പം നിർത്തുന്നതിൻ്റെ ഭാഗമായി, പ്രത്യേകിച്ച് മതസംഘടനകൾ അടക്കമുള്ള ആളുകളെ ഒപ്പം നിർത്തുന്നതിൻ്റെ ഭാഗമായി വില കുറച്ച് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുമ്പോൾ ഈ നിരവധി ആളുകൾ മദ്യത്തിന് അഡിക്റ്റാകുന്ന ഒരു പ്രവണത കേരളത്തിലുണ്ടാകും എന്ന തരത്തിൽ പറഞ്ഞ് അവരെ കൂടി KCBC അടക്കമുള്ള മുസ്ലിം ക്രിസ്ത്യൻ സംഘടനകളെ അടക്കം ഒപ്പം നിർത്തി അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക എന്ന ഒരു നിലപാടായിരിക്കും പ്രതിപക്ഷം സ്വീകരിക്കുക. അത്തരം തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത്. ഇന്നത്തെ വി ഡി സതീശന്റെ മറുപടിക്ക് ശേഷമാണ് ഏത് തരത്തിൽ എങ്ങനെ നീങ്ങണം എന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം LDF-ഉം CPI-എമ്മും എടുക്കുക.